ഈ ആദ്യമേ ഈ ബാബറി മസ്ജിദ് പൊളിച്ചിട്ട് അവിടെ ക്ഷേത്രം പറയണമെന്ന് സുപ്രീം കോടതി പറയുന്നതിന് മുമ്പ്, BJP പറയുന്നതിന് മുമ്പ്, ബാക്കിയുള്ള വിശ്വഹിന്ദു പരിഷത്ത് പറയുന്നതിന് മുമ്പ് ഇത് പറഞ്ഞത് EMS നമ്പൂതിരിപ്പാടാ. ഒന്നാമത്തെ കാര്യം, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ നട്ടല് മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും മുമ്പിൽ പണയം വെച്ചിരിക്കുകയാണ്. രൂപീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയുമോ? അത് പിന്നീട് സംഭവിച്ചോന്നല്ലേ? രാഹുൽ ഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? കോൺഗ്രസും CPM-ഉം മറ്റ് 24 പാർട്ടികളും ചേർന്നൊരു വലിയ പ്രതിപക്ഷ ചേരി നിങ്ങൾക്കെതിരെ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് 2024 മോദിക്ക് എളുപ്പമായിരിക്കില്ല എന്നവർ പലതവണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ നട്ടല് മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും മുമ്പിൽ പണയം വെച്ചിരിക്കുകയാണ്. കോൺഗ്രസ് വിമുഖത കാണിക്കുന്നത് അവരുടെ നിയതിയാണ്, അത് രക്ഷയില്ല. കാരണം സുപ്രീം കോടതിയിൽ 24 അഭിഭാഷകരെ കൊണ്ടുവന്ന് രാമക്ഷേത്രം പണിയാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചവരാണിവർ, കോൺഗ്രസ്സുകാർ. അത് അവരുടെ നിയതിയാണ്, അവർക്ക് അതിനുള്ള യോഗമില്ല. പക്ഷേ ലോജിക്കലായിട്ട് ഞാൻ ചോദിക്കുക, ഇതൊരു മുസ്ലിം പള്ളിയായിരുന്നെങ്കിൽ ഈ നിലപാട് സ്വീകരിക്കോ? അതും ശരിയാണല്ലോ. നമ്പർ 1. നമ്പർ 2, അബദ്ധങ്ങൾ മാത്രം വിളിച്ചു പറയുക ഈ പ്രകാശം മാഷ്. എൻ്റെ ഭാഷ കുറച്ചുകൂടെ സെൻസിബിൾ ആയിട്ട് സംസാരിക്കുക. നമ്മളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് ചർച്ച ചെയ്യാൻ വരുന്നതല്ലേ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഗവൺമെന്റിന് എന്താ അവകാശം? രാമക്ഷേത്രം പണിയാനായിട്ട് ക്യാബിനറ്റ് സെക്രട്ടറി എന്തിനാ പോണേ? എൻ്റെ ഭാഷ ആ വിധി എടുത്തൊന്ന് പഠിച്ചു വായിക്കേ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. സുപ്രീം കോടതിയാ പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ക്യാബിനറ്റ് സെക്രട്ടറി ഒക്കെ വന്നിരിക്കുന്നത്. മാഷി വിവരക്കേട് ഇങ്ങനെ വിളിച്ചു പറയല്ലേ. ഇനി നിങ്ങൾ ചോദിക്കുക, ഗവൺമെന്റിന്റെ താല്പര്യം ക്ഷേത്ര സംരക്ഷണമാണോ? ക്ഷേത്രത്തിന്റെ പരിപാടിയിൽ ഗവൺമെന്റ് പങ്കെടുക്കാൻ പറ്റുമോ? ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. എന്റെ പൊന്നു പ്രകാശ മാഷ, പോയിട്ട് പിണറായി വിജയനോട് പറ, കേരളത്തിലെ ക്ഷേത്രങ്ങൾ മുഴുവനും ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കാൻ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ. ഗുരുവായൂർ ക്ഷേത്രം ഭരിക്കുന്നത് നിങ്ങളല്ലേ? ശബരിമല ക്ഷേത്രം ഭരിക്കുന്നത് നിങ്ങളല്ലേ? ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ഗവൺമെന്റ് ക്ഷേത്രം ഭരിക്കാം, ക്ഷേത്രത്തിലെ പണം കൈയിട്ട് വരാം, ക്ഷേത്രത്തിൽ തോന്നിവാസം ചെയ്യാം, ക്ഷേത്രത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ച മാതിരിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇവിടെ ഹിന്ദുക്കളുടെ കാര്യം മാത്രം ചോദിക്കാൻ ആളില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഈ ആദ്യമേ ഈ ബാബറി മസ്ജിദ് പൊളിച്ചിട്ട് അവിടെ ക്ഷേത്രം പറയണമെന്ന് സുപ്രീം കോടതി പറയുന്നതിന് മുമ്പ്, BJP പറയുന്നതിന് മുമ്പ്, ബാക്കിയുള്ള വിശ്വഹിന്ദു പരിഷത്ത് പറയുന്നതിന് മുമ്പ് ഇത് പറഞ്ഞത് EMS നമ്പൂതിരിപ്പാടാ. എല്ലാരും കേട്ടല്ലോ, ഈ നിൽക്കുന്ന ഹരി. എങ്ങനെ 1987 ജനുവരി മാസം 14-ാം തീയതി നിങ്ങളിപ്പോ ചർച്ചയിൽ വന്നിട്ട് പറയും അതൊക്കെ ഞങ്ങൾ മാറ്റി പറഞ്ഞു എന്ന്. ഞാൻ മാതൃഭൂമി പത്രത്തില് അത് മാറ്റി പറഞ്ഞോ ഇല്ലയോ എന്ന് ഞാൻ മാതൃഭൂമി പത്രം ശേഖരിച്ചു, മാറ്റി പറഞ്ഞിട്ടില്ല. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ജനുവരി 14-ന് ശേഷം ജനുവരി 20 വരെയുള്ള 1987 ജനുവരി 14-ന് ശേഷം 20 വരെയുള്ള മാതൃഭൂമി പത്രം എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡ് എടുക്കുന്നു. പക്ഷെ നിങ്ങൾ സ്റ്റാൻഡ് എടുക്കുന്നത് എന്തുകൊണ്ടാ? ഇവിടെ കോൺഗ്രസിനെ നിങ്ങൾക്ക് വെട്ടിലാക്കണം. കോൺഗ്രസ് നിർഭാഗ്യവശാൽ കോൺഗ്രസിന് അവരുടെ നട്ടെല്ല് വളഞ്ഞുപോയി. സമസ്തയുടെ മുമ്പിൽ, ലീഗിന്റെ മുമ്പിൽ. കോൺഗ്രസിന്റെ തീരുമാനമെടുക്കുന്നത് കോൺഗ്രസ്സുകാരാ, സമസ്തയല്ല. സണ്ണിക്കുട്ടി അതാണ് ആദ്യം പറയേണ്ടത്. സമസ്തയല്ല തീരുമാനിക്കുക, കോൺഗ്രസ് തീരുമാനിക്കുക. പോകണോ വേണ്ടയോ അത് വേറെ വിഷയം. ഇപ്പോ നേരത്തെ പ്രകാശ് മാഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചത്? നിങ്ങൾ ഒറ്റുകാരാണ്. പിന്നെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശം? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സണ്ണിക്കുട്ടി പറയട്ടെ, 1947 ഓഗസ്റ്റ് 15 കരിദിനമായി ആചരിച്ചവരല്ലേ നിങ്ങൾ? അപ്പത്താ തട്ടിപ്പാണല്ലേ. ഇന്ത്യ 2ആയിട്ടല്ല 17ആയിട്ടാണ് വിഭജിക്കേണ്ടത് എന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തെ കരിദിനമായി പ്രഖ്യാപിച്ചതുകൊണ്ടല്ലേ ജവഹർലാൽ നെഹ്റു നിങ്ങളെ അറസ്റ്റ് ചെയ്തത്? പോയി ചത്തുടടാ. തൃശ്ശൂര് ചന്ദ്രാപിന്നിക്കപ്പുറം മലപ്പുറത്ത് സർദാർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ത്രിവർണ്ണ പതാക കീറി കരിങ്കൊടി ഉയർത്തിയ നാട്ടുകാർ തല്ലിക്കൊന്നതാ. നിങ്ങൾക്ക് എന്താണ് സ്വാതന്ത്ര്യ സമരത്തെ പറ്റി പറയാനുള്ളത്? നിങ്ങളുടെ ഏത് നേതാവിനാണ് അതിന്റെ രഹസ്യ അവകാശപ്പെടാൻ ചോദിക്കുന്നത് എന്നുള്ള മാസ്റ്റർ ചോദ്യത്തിനാണെങ്കിൽ മറുപടി പറയുന്നത് കേട്ടോ. അതായത് നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശമില്ല എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. എന്താണ് കാര്യം? ഭാരതീയ ജനസംഘം തുടങ്ങിയതാരാ? ഭാരതീയ ജനസംഘം തുടങ്ങിയത് ശ്യാമപ്രസാദ് മുഖർജിയാണ്. ശ്യാമപ്രസാദ് മുഖർജിയെ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്നു ആദ്യത്തെ. അദ്ദേഹം ആരാ? ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭയിലെ മന്ത്രിയാ.
ആദ്യത്തെ മന്ത്രിസഭ എന്ന് പറയുന്നത് ദേശീയ നേതാക്കളുടെ മന്ത്രിസഭയാണ്. എന്ന് പറയുന്നത് ബിജെപിയുടെ. അതെ, അപ്പൊ ആ ദേശീയ നേതാക്കൾ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിന് എതിരെ നിന്നവരാണോ? കരണം നോക്കി ഒന്ന് പൊട്ടിക്കണമെന്ന് എപ്പോ വിചാരിച്ചോളൂ. പിന്നീട് ആ രാഷ്ട്രീയ legacy മതി. പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുന്ന ആ അവർ legacy പിന്നീട് മതി. രൂപീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയുമോ? അത് പിന്നീട് സംഭവിച്ച ഒന്നല്ല. രാഹുൽ ഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? കിട്ടിയല്ലോ. എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? രാജീവ് ഗാന്ധി പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ആ, അപ്പൊ പിന്നെ നിങ്ങൾ ലെഗസിയുടെ കാര്യം പറയരുത്. അല്ല, അപ്പൊ അതിനൊരു തീരുമാനമായി. AICCയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഏയ്, ഒരാളുടെ പേര് മഹാത്മാഗാന്ധി എന്നാണ്. ആ മഹാത്മാഗാന്ധി പറഞ്ഞില്ലേ കോൺഗ്രസിനെ പിരിച്ചുവിട്ടൂന്ന്? അതിനകത്ത് സ്വാതന്ത്ര്യ സമരത്തിനെ എതിർത്തവരാണ് CPM. ഞങ്ങൾ എതിർത്തിട്ടില്ല. ഞാൻ പോകുന്നു. ബൈ ബൈ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.